നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പഠിച്ചു, രണ്ടാം പഞ്ചവത്സര പദ്ധതിയും പഠിച്ചു, മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കാലഘട്ടം പറ. 1961, 66. എടാ, ഈ ഒന്നും രണ്ടും പഞ്ചവത്സര പദ്ധതി കാണാത്ത ആൾക്കാർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിരിക്കാം, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. എടാ, ഈ പഞ്ചവത്സര പദ്ധതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ദിരാഗാന്ധി ആദ്യമായി അധ്യക്ഷ പദവി വഹിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. മനസ്സിലായ? ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് അധ്യക്ഷ പദവി വഹിച്ചു. ഇനി പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. എന്താണ് പ്രധാന ലക്ഷ്യം? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഓക്കെ. ഒന്നിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക മേഖലയിലെ പുരോഗതി. രണ്ടിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വ്യാവസായിക പുരോഗതി. മൂന്നിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഓക്കെ. ഒന്നാമത്തത് നമുക്ക് അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ്. രണ്ടാമത്തെ അറിയപ്പെടുന്നത് മെഹ്ലനോബിസ് മോഡൽ എന്നാണ്. മൂന്നാമത്തത് അറിയപ്പെടുന്നത് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നാണ്. എന്താണ്? ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ. അപ്പൊ ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. 1962 ഒരു യുദ്ധം നടന്നു. ഏത് യുദ്ധം? 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു. അപ്പൊ 62 ഇന്ത്യ ചൈന യുദ്ധവും 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം ലക്ഷ്യമിട്ടിരുന്ന വളർച്ച നേടാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞില്ല. മനസ്സിലായോ? മൂന്നാം പഞ്ചവത്സര പദ്ധതി ഒരു പരാജയമായിരുന്നു. മനസ്സിലായോ? കാരണം വെച്ച് കഴിഞ്ഞാല് എന്താണ്? 62 ഇന്ത്യ ചൈന യുദ്ധം, 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, പിന്നെ കടുത്ത വരൾച്ച വന്നു. അപ്പൊ ഇതൊക്കെ കാരണം എന്ത് ചെയ്തു? നമുക്ക് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഓക്കെ. അടുത്ത ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്ന്, NCERT സ്ഥാപിതമായി. NCERT എന്താണ്? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അല്ലേ? നമ്മുടെ NCERT എന്ന് കേട്ടില്ലേ? NCERT 1961 സ്ഥാപിതമായത്. അപ്പൊ NCERT സ്ഥാപിതമായ പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ഏതാ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ? കൊല്ലം ഇവിടെ കല്ലുമില്ല കേട്ടാ, പേനെടുത്ത്. എടാ, കോത്താരി കമ്മീഷൻ. ഏതാണ്? കോത്താരി കമ്മീഷൻ കേട്ടാ. ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് കോത്താരി കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷൻ ഏതാണ്? യൂണിവേഴ്സിറ്റി കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓക്കെ. സെക്കൻഡറി കമ്മീഷനാണ് മുതലിയാർ. സെക്കൻഡറി കമ്മീഷൻ മുതലിയാർ, യൂണിവേഴ്സിറ്റി കമ്മീഷൻ രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ കോത്താരി കമ്മീഷനാണ്. ഈ കോത്താരി കമ്മീഷൻ നിലവിൽ വരുന്നത് 1964 ജൂലൈ 14. 1964 ജൂലൈ 14 എന്ത് ചെയ്യുന്നത്? കോത്താരി കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ. അപ്പൊ അത് ഏത് പദ്ധതി കാലത്താണ്? അപ്പം NCERT മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്, കോത്താരി കമ്മീഷൻ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കോത്താരി കമ്മീഷൻ വർഷം 64 ജൂലൈ 14. ഓക്കെ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു. നമ്മൾ പറഞ്ഞു 65 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു എന്ന് പറഞ്ഞു. ഓക്കെ. ഈ 65 യുദ്ധം അവസാനിപ്പിക്കുന്നത് 1966 ജനുവരി 10 ഒപ്പുവയ്ക്കുന്ന ഒരു ഉടമ്പടി പ്രകാരമാണ്, താഷ്കന്റ് കരാർ. ഈ താഷ്കന്റ് കരാർ നിലവിൽ വന്നതും ഏത് പദ്ധതി കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഈ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1965 സ്ഥാപിതമായത്. ഓക്കെ. ഇതെവിടെയെന്നറിയോ? ബോർഡ് എവിടെ? ആനന്ദല്ലേ? എവിടാ ബോർഡ്? ആനന്ദ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആനന്ദിലും നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ ഹരിയാനയിലുമാണ്. മനസ്സിലായ? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആനന്ദ് ഗുജറാത്ത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് എന്തിനു പറയണം? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ ഹരിയാന. അത് പഠിക്കാൻ എളുപ്പമുണ്ട്. നിങ്ങൾക്ക് ഈ ആനന്ദ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വേണം ആരെയാണ്? ഒരു ആനന്ദുണ്ടോ? വിശ്വനാഥൻ ആനന്ദനെ അറിയോ? ആനന്ദ്. ഓക്കെ. കേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യം ലഭിച്ചത് ആർക്കാണ്? വിശ്വനാഥ് ആനന്ദിനാണ്. ഈ ആനന്ദിന് ഏതാ കളിക്കുന്നത്? ചെസ്സല്ലേ കളിക്കുന്നത്? ചെസ് ബോർഡിലല്ലേ കളിക്കുന്നത്? അപ്പോൾ ബോർഡ് ആനന്ദ് എന്ന് കണക്ട് ചെയ്ത് വെക്കണം. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആനന്ദ് ഗുജറാത്തിലും, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ഇല്ല, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്
കർണാൽ ഹരിയാന. അപ്പൊ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായത് 65 ഏത് പദ്ധതിക്കാലത്ത്? മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്. ഓക്കെ. അടുത്ത്, ഇന്ത്യയുടെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ പഞ്ചവത്സര പദ്ധതിയും ഏതാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തും ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഏത് വർഷം എന്നറിയോ? ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യ ചൈന യുദ്ധവുമായി ബന്ധപ്പെട്ട് 62-ല് ആരാ പ്രഖ്യാപിച്ചത്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അത് പ്രഖ്യാപിക്കുന്നതും ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതായത് നമ്മൾ ഈ 3 വെച്ചിട്ട് നമ്മളൊരു സംഭവം പറയാറുണ്ട്, വെച്ചിട്ട്. അത് ആ സംഭവം ഈ പഞ്ചവത്സര പദ്ധതി അങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിപ്പോയി. നല്ല കാരണം വെച്ചാൽ എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ വന്നു, 2 യുദ്ധം വന്നു, മനസ്സിലായ? അങ്ങനെ ഈ പദ്ധതി പോയി, തകർന്ന പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, ഇനി നീ മറക്കൂല മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇനി അടുത്ത്, മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഏത്? ഹരിത വിപ്ലവം. ഏതാണ് പിള്ളേരെ? ഹരിത വിപ്ലവം. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഏത്? ഹരിത വിപ്ലവം. ഓക്കെ. അപ്പൊ കാലഘട്ടം 61, 66. ആരാദ്യമായി അധ്യക്ഷ പദവി? ഇന്ദിരാഗാന്ധി ആദ്യമായി അധ്യക്ഷ പദവി വഹിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്തെന്നറിയപ്പെടുന്നു? ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 1962-ലെ ഇന്ത്യ ചൈന യുദ്ധവും 65-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും പിന്നെ കടുത്ത വരൾച്ചയും കാരണം ഈ പദ്ധതി എന്ത് ചെയ്തു? ലക്ഷ്യമിട്ടിരുന്ന വളർച്ച നേടാൻ കഴിഞ്ഞില്ല. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലം നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ: 1. 1961-ല് NCERT വന്നു. 1964 ജൂലൈ 14-ന് കോത്താരി കമ്മീഷൻ വന്നു. അതുപോലെ തന്നെ 1966 ജനുവരി 10-ന് താഷ്കന്റ് കരാർ ഒപ്പുവെച്ചു. താഷ്കന്റ് കരാർ ഒപ്പുവെച്ചു എന്തിനാ? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 65-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള താഷ്കന്റിൽ വെച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാനോട് ആരാ ഒപ്പുവെച്ചത്? അയൂബ് ഖാൻ. അതായത് പിള്ളേര് അയൂബ് ഖാനാണ് ഒപ്പുവെച്ചത്. അയൂബ് ഖാൻ. ഓക്കെ. ഇതിനാരാണ് മധ്യസ്ഥ വഹിച്ചത്? അലക്സി കൊസീജർ. റഷ്യൻ പ്രീമിയർ ആയിട്ടുള്ള അലക്സി കൊസീജറാണ് എന്ത് ചെയ്യുന്നത്? അധ്യക്ഷയല്ല, മധ്യസ്ഥത, മീഡിയേറ്റർ ആയിരുന്നത്. മനസ്സിലായി? റഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ. റഷ്യൻ പ്രീമിയർ ആയിട്ടുള്ള. ഓക്കെ. അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദീജല കരാറിലെ മീഡിയേറ്റർ ആരായിരുന്നു? അത് വേൾഡ് ബാങ്ക് ആണ് കേട്ടോ. ഇന്ത്യ അതുപോലെ തന്നെ പാകിസ്ഥാൻ സിന്ധു നദീജല കരാറിന് മീഡിയേറ്റർ ആരായിരുന്നു? അത് പാകിസ്ഥാനിലല്ല, അത് വേൾഡ് ബാങ്ക്. ഓക്കെ, ശരി. അപ്പം ഈ 2 കരാറും, താഷ്കന്റ് കരാറും ഇന്ത്യ പാകിസ്ഥാനാണ്. അതുപോലെ തന്നെ സിന്ധു നദീജല കരാറും ഇന്ത്യ പാകിസ്ഥാനാണ്. എന്നാൽ ഈ പഞ്ചശീല തത്വങ്ങൾ ആരൊക്കെയാണ്? അത് ഇന്ത്യ ചൈന. അതൊക്കെ ബേസിക് ആയിരുന്നു, നമ്മൾ ഒരുപാട് തന്നെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. ഓക്കെ, ശരി. അപ്പോൾ 66 ജനുവരി 10-ന് ഒപ്പുവെച്ചത് ഈ പദ്ധതി കാലത്താണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഏത് വർഷം? 65. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 65. അത് എവിടെയാണ്? ആനന്ദ്, ഗുജറാത്ത്. എന്ന നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ, ഹരിയാനയിലാണ്. പിന്നെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഏത്? 62-ല് ആരാ പ്രഖ്യാപിക്കുന്നത്? ഡോക്ടർ രാധാകൃഷ്ണനാണ് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അതും ഈ പദ്ധതി കാലത്താണ്. പിന്നെ ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഏത്? ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ് പിള്ളേരെ? ഹരിത വിപ്ലവം എന്ന് പറയുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറഞ്ഞാൽ 5.6 ആണ്. 5.6 ആണ്. എന്നാൽ കൈവരിച്ചത് 2.8 ആണ്. കൈവരിച്ചത് 2.8, അതായത് പകുതി. മനസ്സിലായോ? 56-ന്റെ പകുതിയിൽ 28. അപ്പൊ 5.6-ന്റെ പകുതിയാണ് 2.8. അപ്പൊ പകുതിയെ എന്ത് ചെയ്തിട്ടുള്ളൂ? കൈവരിച്ചിട്ടുള്ളൂ. അതിനുള്ള കാരണം നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ അത് ഇത്ര മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത് ഈ 60, ഇപ്പം നമ്മളിപ്പോൾ ഏത് വർഷം വരെ എത്തി? 66 വരെ എത്തി. ഓക്കെ, 66 മുതൽ 69 വരെ എന്താണ്? പ്ലാൻ ഹോളിഡേ ആണ്. 66 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ ആണ്. ഓക്കെ, 3 വർഷക്കാലമാണ് ഈ പ്ലാൻ ഹോളിഡേ എന്ത് ചെയ്തു? ആചരിച്ചത്. അതായത് 3 പദ്ധതിയായിട്ട്, 3 വാർഷിക പദ്ധതികളായിട്ടാണ് എന്ത് ചെയ്തത്? അതായത് 66, 67, 67, 68, 69 അങ്ങനെ 3 വാർഷിക പദ്ധതികൾ.
മറ്റേ 5 വർഷം കൊണ്ടുള്ള ഒരു പദ്ധതിയിലെ പഞ്ചവത്സര പദ്ധതി. ഇത് അങ്ങനെയല്ല, 3 വാർഷിക പദ്ധതികളായിട്ടാണ് എന്ത് ചെയ്തത്, പ്ലാൻ ഹോളിഡേ ആചരിച്ചത്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. അപ്പോൾ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച ആരാണ് കുട്ടികളെ? ഇന്ദിരാഗാന്ധിയാണ് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ചത്. ഓക്കെ, അടുത്ത 4ാം പഞ്ചവത്സര പദ്ധതി നോക്കിയാലോ. ഏതാണ് കാലഘട്ടം? 69-74. 4ാം പഞ്ചവത്സര പദ്ധതി 69-74 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക. 1 കാർഷിക മേഖലയിലെ പുരോഗതി. 2 വ്യവസായ മേഖലയിലെ പുരോഗതി. 3 സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. 4 സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വവും. ഓക്കെ, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി. എന്താണ്? ദുർബല വിഭാഗങ്ങൾക്ക് ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി 4ാം പഞ്ചവത്സര. അപ്പൊ ദുർബല 4 മനസ്സിലായി? നമുക്കിങ്ങനെ ചോദിക്കുന്നത് PSC ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര ദുർബല 4 കേട്ടോ. ദുർബല 4 പിടിച്ചോണം. ഓക്കെ, ശരി. അതുപോലെ തന്നെ പിന്നെ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 4ാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. അപ്പൊ ഗാഡ്ഗിൽ മോഡൽ. പക്ഷെ PSC ഉത്തര സൂചിക പ്രകാരം ഗാഡ്ഗിൽ യോജന 3ാം പഞ്ചവത്സര പദ്ധതി എന്ന് PSC എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസർ എടുത്തിട്ടുണ്ട്. മനസ്സിലായോ? PSC മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? 3ാം പഞ്ചവത്സര പദ്ധതി എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഗാഡ്ഗിൽ മോഡല് 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. എനിക്ക് തോന്നുന്നു ഈ പഴയ 2020 മുമ്പുള്ള PSC ക്വസ്റ്റ്യൻസിലൊക്കെ ആയിരിക്കും. അന്ന് വന്നിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തിരുത്തി PSC ആൻസർ എടുക്കാറ്. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ, പെരിയാറിന് ദേശീയോദ്യാനമായിട്ട് മുമ്പ് PSC ആൻസർ എടുക്കില്ലായിരുന്നു. ഇപ്പം പിന്നെ എന്ത് ചെയ്യാറുണ്ട്? എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ 3ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്ന് PSC മുമ്പ് ആൻസർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഗാഡ്ഗിൽ മോഡൽ 4ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഇനി 4ാം പഞ്ചവത്സര പദ്ധതിക്കാലം നടപ്പിലാക്കിയപ്പെട്ട കാര്യങ്ങൾ. 1 ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം. പിന്നെ നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് നമ്മൾ പഠിച്ചു 65 3ാം പഞ്ചവത്സര പദ്ധതി. ഈ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഒരു സംഭവം നടപ്പിലാക്കി, ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ ധവള വിപ്ലവം. മനസ്സിലായ? ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ ധവള വിപ്ലവം. ഏത് വർഷമാണ് ഈ ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ ധവള വിപ്ലവം? ഓപ്പറേഷൻ ഫ്ലഡ് 72 74 ഏത്? 74 വരെ, 69 മുതൽ 74 വരെയാണ് എന്ത് നടന്നത്? 4ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, നീ ഇപ്പൊ 72 74 പറയുമ്പോൾ ഞാൻ അല്ലെന്ന് പറഞ്ഞു. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. 70 ഏതാണ്? 70. ഓപ്പറേഷൻ ഫ്ലഡ് ഏത് വർഷമാണ്? 1970 ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയത്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്പറേഷൻ ഫ്ലഡ്. വർഷം 1970. എന്നാൽ ഈ ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായത് 3ാം പഞ്ചവത്സര പദ്ധതിയിൽ 1965. മനസ്സിലായി? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 3ാം പഞ്ചവത്സര പദ്ധതി 1965. അവര് എന്ത് നടപ്പിലാക്കിയത്? ധവള വിപ്ലവം അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയത് 1970. ഹരിത വിപ്ലവം ആരംഭിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. കാലത്താണ്. ഓക്കെ, അടുത്ത് ബുദ്ധൻ ചിരിക്കുന്നു. ചിരിച്ചോട്ടെ എന്നാണ്. എന്താണ് ബുദ്ധൻ ചിരിക്കുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമമാണ് ഏത്? ബുദ്ധൻ ചിരിക്കുന്നു. മനസ്സിലായി? ഇന്ത്യയുടെ 1ാം ആണവ പരീക്ഷണത്തിന്റെ രഹസ്യനാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു. ഈ ബുദ്ധൻ ചിരിച്ചത് ഏത് വർഷമാണ്? 1974 ഈ ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വീണ്ടും നടന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വീണ്ടും നടന്നു. അപ്പൊ ആ യുദ്ധവും ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും കാരണം പദ്ധതി എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. പിള്ളേരെ പരാജയപ്പെട്ടു. അതായത് നമ്മൾ 5.7 ലക്ഷ്യമിട്ടു. എത്രയാണ്? 5.7 ലക്ഷ്യമിട്ടു. നമുക്ക് എത്ര കിട്ടിയുള്ളൂ? 3.3 കിട്ടിയുള്ളൂ. 5.7 ലക്ഷ്യമിട്ടു, 3.3 കിട്ടിയുള്ളൂ. ഓക്കെ, 1 എത്ര ലക്ഷ്യമിട്ടെന്നറിയോ? 1 ലക്ഷ്യമിട്ടത് 2.1, കിട്ടിയത് 3.6. 1 ലക്ഷ്യമിട്ടത് 2.1, കിട്ടിയത് 3.6. 2 ലക്ഷ്യമിട്ടത് 4.5, കിട്ടിയത് 4.3. നമ്മൾ 3 നേരത്തെ പഠിച്ചു.
5.6 ലക്ഷ്യമിട്ടു. 5.6 ലക്ഷ്യമിട്ടു. അതിന്റെ പകുതി 2.8 കിട്ടി. ഇവിടെ നമ്മൾ 5.7 ലക്ഷ്യമിട്ടു. കിട്ടിയത് എത്രയാണ്? 3.3. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഒന്ന് പറഞ്ഞു, 2.1 ലക്ഷ്യം വെച്ചു, 3.6 കിട്ടി. 4.5 ലക്ഷ്യമിട്ടു, 4.3 കിട്ടി. 5.6 ലക്ഷ്യമിട്ടു, 2.8 കിട്ടി. 5.7 ലക്ഷ്യമിട്ടു, 3.3 കിട്ടി. ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ, സെറ്റായി. അപ്പോഴ് ഈ പദ്ധതിയും എന്ത് ചെയ്തടാ? പരാജയപ്പെട്ടു. അപ്പൊ 3, 4 എന്ത് ചെയ്തു? പദ്ധതികൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, ശരി, സെറ്റാണ്. എത്ര? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കാലഘട്ടം 69-74. ഓക്കെ, 4ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങള് സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വം നേടുക. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടുക. ഓക്കെ, സമ്പത്ത് ഘടനയുടെ സ്വയം പര്യാപ്തത 3. സമ്പത്ത് ഘടനയുടെ സ്വയം പര്യാപ്തത 3 ആണ് കേട്ടോ. അടുത്ത ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയത് ദുർബല വിഭാഗങ്ങൾ 4 ചോദിച്ചിട്ടുണ്ട്. ദുർബല വിഭാഗങ്ങൾ 4. ഓക്കെ, ഗാഡ്ഗിൽ മോഡല് 4. പക്ഷെ PSC മുമ്പ് 3 എന്ന ആൻസർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി 4ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു. ബാങ്കുകൾ എന്ത് ചെയ്തു? നമുക്കറിയാം 69-ലാണ് ബാങ്കുകളുടെ 1ാം ഘട്ട ദേശസാൽക്കരണം. അത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ത് നടപ്പിലാക്കുകയാണ്? ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കുകയാണ്. അത് 1970. അപ്പൊ ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞാല് പാലുൽപാദനമാണ്. പാലുൽപാദനമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ഓപ്പറേഷൻ ഫ്ലഡ്. അത് 1970-ലാണ് അത് ചെയ്തതായിട്ട് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഏത് പദ്ധതിയിൽ? 4ാം പദ്ധതിയിൽ. ഓക്കെ, പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ പേരാണ് സ്മൈലിംഗ് ബുദ്ധ, അതായത് ബുദ്ധൻ ചിരിക്കുന്നു. അത് 1974-ലാണ് ഈ പദ്ധതി കാലത്താണ് നടപ്പിലാക്കിയത്. പിന്നെ 71-ല് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാവുകയും അതേ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവുകയും ചെയ്തു. അത് കാരണം ഈ പദ്ധതിയും എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അപ്പൊ നമ്മൾ 3ാം പദ്ധതി പഠിച്ചു, 4ാം പദ്ധതി പഠിച്ചു. നമുക്ക് 5ാം പദ്ധതിയുടെ പഠിക്കാം. ഓക്കെ, ശരി, സുബിനെ പോകട്ടെ. ശരി, അപ്പൊ അടുത്ത നമ്മൾ പഠിക്കേണ്ട 5ാം പഞ്ചവത്സര പദ്ധതി വർഷം 74-79 അതിന്റെ പ്രഖ്യാപിച്ച ഒരു കാലാവധി എന്ന് പറയുന്നത്. നമ്മളത് പഠിക്കും അങ്ങോട്ട് പോകുമ്പം ഏതൊരു ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, ശരി, ഇനി ശ്രദ്ധിച്ച് കേട്ടോണേ. 51-56 1, 56-61 2, 61-66 66-69 പ്ലാൻ ഹോളിഡേ, 69-74 74-79 5. ഓക്കെ, 5ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ. ആരാണ്? DP ധർ ആണ്. അപ്പം ഹരോഡ് ഡോമർ 1. ഓക്കെ, മെഹ്ലനോബിസ് 2. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സാഡിൽ, അതായത് ജോൺ സാൻഡി ചക്രവർത്തി മോഡൽ 3. അതുപോലെ തന്നെ ഗാഡ്ഗിൽ മോഡല് 4. DP ധർ 5. ഓക്കെ, ക്ലിയർ ആണ്. ജോൺ സാൻഡി ചക്രവർത്തി 3, ഗാഡ്ഗിൽ 4, DP ധർ 5. ഓക്കെ, അപ്പൊ ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 5. ധർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 5. ഓക്കെ, 5ാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്വയം പര്യാപ്തതയ്ക്കുമാണ്. എന്തിനാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്വയം പര്യാപ്തത. ഓക്കെ, 1 കാർഷിക മേഖലയുടെ പുരോഗതി, 2 വ്യാവസായിക പുരോഗതി, 3 സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, 4 സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വവും, 5 ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്തതയും. ഓക്കെ, കാലാവധി നമുക്കറിയാം 12 പഞ്ചവത്സര പദ്ധതികളാണ് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയത്. 12 പഞ്ചവത്സര പദ്ധതികൾ. ആ 12 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമേ കാലാവധി പൂർത്തിയാക്കാതെ ഉള്ളൂ. അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പൊ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, ധർ മോഡൽ നമ്മൾ പറഞ്ഞു. ധർ മോഡൽ എന്നറിയപ്പെടുന്നതാണ് ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ 5ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാന പ്രവർത്തനങ്ങളെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയത് 1975 ഈ പദ്ധതി കാലത്താണ്.
മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കും, 20 പരിപാടികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. എന്തിനു വേണ്ടി? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പൊ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് 20 പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. അത് ഏത് വർഷമാണ്? 75. ആരാണ്? എന്തിനു വേണ്ടി? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി. ഓക്കെ. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഘടാവോ നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഏതിലാണുള്ളത്? 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതുപോലെ മിനിമം നീഡ്സ് പ്രോഗ്രാം ആരംഭിച്ചതും ഏതാണ് കുട്ടികളെ? 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ. അപ്പൊ മിനിമം നീഡ്സ് എന്താണ്? മിനിമം നീഡ്സ് പ്രോഗ്രാം ആരംഭിച്ചതും 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും ഏതിലാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ജോലിക്ക് കൂലി ഭക്ഷണം 5ാം പഞ്ചവത്സര പദ്ധതി. അപ്പം 20 കർമ്മ പരിപാടികൾ 75. പിന്നെ ഗരീബി കടാവോ മുദ്രാവാക്യം. ഓക്കെ. ചവിട്ടി ആക്സിലേറ്റർ കൊടുത്ത് എൻ്റെ കാലിലാണ്. കുഴപ്പമില്ല, തൊട്ടു ചവിട്ടി എപ്പോഴും സുഖമുണ്ട്. അപ്പൊ വീണ്ടും നമ്മുടെ മറ്റേ വണ്ടിക്ക് ആക്സിലേറ്റർ കണക്ക് കാലിന് കൈ ഇവിടെ മണ്ടേ കയറ്റി വരും. ഇങ്ങനെ കട അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചരിഞ്ഞ് കിടന്നാലും അയ്യ കൃഷ്ണനല്ലല്ലോ നമ്മളെ മഹാവിഷ്ണു കിടക്കണക്ക്. മിനിമം നീഡ്സ് പ്രോഗ്രാം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഏത്? 5ാം പഞ്ചവത്സര പദ്ധതി. എന്നെ എടുത്തിരിക്കുക. പിന്നെ ജോലിക്ക് കൂലി എന്തുകൊണ്ടെന്ന് പറഞ്ഞു? ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും ഏതിലാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ. അടുത്ത് കാർഷിക ഉൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി. എന്താണ് കമാൻഡ് ഏരിയ വികസന പദ്ധതി? കൃഷിയിലൂടെ ഉൽപാദനം വന്നാലല്ലേ നമുക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. ദാരിദ്ര്യം മാറ്റണ്ടേ 5ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം? അപ്പൊ കാർഷിക ഉൽപാദനം ലക്ഷ്യമാക്കിയിട്ട് കമാൻഡ് ഏരിയ വികസന പദ്ധതി അത് നടപ്പിലാക്കിയത് 1975 മുതൽ 74-75 കാലഘട്ടത്തിലാണ്. ഏത് പദ്ധതി കാലത്താണ്? 5ാം പദ്ധതി കാലത്താണ്. ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കുന്നതും 75 ഏപ്രിൽ 19-നാണ്. 75 ഏപ്രിൽ 19-നാണ് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായി എന്ത് വിക്ഷേപിക്കുന്നത്? ആര്യഭട്ട. അപ്പൊ അത് ഏത് പദ്ധതി കാലത്താണ്? അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം ഏത് പദ്ധതി കാലത്താണ്? ആണവ പരീക്ഷണം 4ാം പദ്ധതി കാലത്താണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പം ആണവ പരീക്ഷണം 4, അതുപോലെ തന്നെ ആര്യഭട്ട വിക്ഷേപിക്കുന്നത് 5. ആണവ പരീക്ഷണം 74-ലും ആര്യഭട്ട 75-ലുമാണ്. ആര്യഭട്ട 75-ലുമാണ്. 75. ഓക്കെ. 75 ഏപ്രിൽ 19-നാണ് ആര്യഭട്ട വിക്ഷേപിച്ചത്. ഓക്കെ. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത സമയത്തെ പഞ്ചവത്സര പദ്ധതി ആണേത്? വൈദ്യുത വിതരണ നിയമം എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത സമയത്തെ പഞ്ചവത്സര പദ്ധതി 1975-ലാണ്. പിന്നെ നിങ്ങൾക്ക് 1975 ആരംഭിച്ചൊരു പ്രധാനപ്പെട്ട സാധനമുണ്ട്. ഞാൻ ഡേറ്റ് പറഞ്ഞു, ഒക്ടോബർ 2. 1975 ഒക്ടോബർ 2. ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചേ. 75 ഒക്ടോബർ 2. ആർക്കെങ്കിലും ക്ലാസ് കണ്ട പലർക്കും കിട്ടിക്കാണും. നിങ്ങൾ ഈ ക്ലാസ്സിലിരിക്കുന്ന ഒരു ടെൻഷനിലാണ് കിട്ടാത്തത്. ഞാൻ ഒന്ന് തുടങ്ങിത്തരാം. എന്തൊക്കെ മന്ത്രമൊക്കെ പറയേണ്ട വരുന്നത്. ICDS ഏട്ടാ, അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ഓക്കെ. ICDS ആരംഭിച്ച വർഷം ഏതാണ്? 1975 ഒക്ടോബർ 2. 1975 ഒക്ടോബർ 2. ഓക്കെ. ICDS സംയോജിത ശിശു വികസന സേവന പദ്ധതി അല്ലേ? ഓക്കെ. അപ്പോൾ സംയോജിത ശിശു വികസന സേവന പദ്ധതിയാണ് 1975 ഒക്ടോബർ 2-ന് ആരംഭിച്ച ICDS. ഓക്കെ. ICDS അപ്പം മറക്കണ്ട. 1975 ഒക്ടോബർ 2. ഇന്ന് കുറേ വർഷം പഠിച്ചല്ലേ. NCERT 61, കോത്താരി കമ്മീഷൻ 64 ജൂലൈ 14, താഷ്കൻ കരാർ ജനുവരി 10, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1965, പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം 69, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയത് 70-ലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ
ഇന്ത്യയുടെ ആദ്യത്തെ ആണവപരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു 74. ഓക്കെ. പിന്നെ ഇന്ത്യ ചൈന യുദ്ധം 62. പാകിസ്ഥാൻ യുദ്ധം ഏതൊക്കെ 65 71. പിന്നെ 20 കർമ്മ പരിപാടികൾ 75. അതുപോലെ തന്നെ കമാൻഡ് ഏരിയ വികസന പദ്ധതി 74 75. ആര്യഭട്ട വിക്ഷേപണം 75 ഏപ്രിൽ 19. വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം 75. അടുത്ത ICDS 75 ഒക്ടോബർ 2. ഓക്കെ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റണം ഈ വർഷങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് അപ്പോൾ ഈ സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷം ഏതാണ്? 1975 ഒക്ടോബർ 2. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്ന സമയത്തെ പഞ്ചവത്സര പദ്ധതിയും ഏതാണ്? 1975. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്ന സമയത്തെ പഞ്ചവത്സര പദ്ധതിയും ഏതാണ്? 1975. നീ പറ്റി 1900 വീണ്ടും ഞാൻ പറയുന്നു 5ാം പഞ്ചവത്സര പദ്ധതി 1900 കയറി വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ. അടുത്ത അപ്പോൾ അത്രയാണ് 5ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അല്ലല്ല ഇനിയുണ്ടേ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ വികസനം, നമ്മൾ വളർച്ച പറഞ്ഞില്ല. നമ്മൾ 4.4 പ്രതീക്ഷിച്ചു, 4.8 കിട്ടി. ലാഭം വിജയിച്ചു കേട്ടോ. 4.4 പ്രതീക്ഷിച്ചു, കിട്ടിയത് 4.8. പറ 1 2.1 3.6 കിട്ടിയത്. ഓക്കെ. 2 4.5 കിട്ടിയത് 4.3 5.6 കിട്ടി. 2.8 കിട്ടി. 4 5.7 3.3. ഓക്കെ. ഈ 5ാം പഞ്ചവത്സര പദ്ധതി 4.4 പ്രതീക്ഷിച്ചു, 4.8 കിട്ടി. ഓക്കെ. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ശരി. അപ്പോൾ പിന്നെ ഈ അടുത്ത 5ാം പഞ്ചവത്സര പദ്ധതി കാലത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം നിലവിൽ വന്നു. എന്താണ്? ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം എന്ത് ചെയ്തു? നിലവിൽ വന്നു. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും 5ാം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് എന്ത് ചെയ്തു? തടസ്സമായി. അതായത് 77 നമ്മുടെ മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നേശം ഈ പദ്ധതി എന്ത് സ്റ്റോപ്പ് ചെയ്തു. മനസ്സിലായ? അതൊന്നും സംഭവിച്ചൊരു കാര്യമാണ്. അങ്ങനെയാണ് ഇത് കാലാവധി പൂർത്തിയാക്കാത്തത്. 77 മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് വരികയും 78 ഈ പദ്ധതി എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു. 4 വർഷം കൊണ്ട് പദ്ധതി അവസാനിപ്പിച്ചു. എന്നിട്ടും എന്ത് ചെയ്തു? ഈ പദ്ധതി വിജയമായിരുന്നു. അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ചത് ഈ പദ്ധതി കാലത്താണ്. മനസ്സിലായ? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പം ആ സമയത്തും ഈ പദ്ധതി എന്ത് ചെയ്തു? വിജയിച്ചു. 4.4 പ്രതീക്ഷിച്ചിട്ട് നമുക്ക് എത്ര കിട്ടി? 4.8 നമുക്ക് കിട്ടി. ഓക്കെ. ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ ഇത്രയും നമുക്കൊന്നുകൂടെ നോക്കാം. കാലഘട്ടം 74 79. തയ്യാറാക്കിയത് DP ദർ ആണ്. ലക്ഷ്യം വെച്ച കാര്യങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്തതയുമാണ്. കാലാവധി പൂർത്തിയാകാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ്. ദർ മോഡൽ എന്നറിയപ്പെടുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ നമ്മൾ നടപ്പിലായ കാര്യങ്ങൾ പറഞ്ഞു. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയുടെ 20 കർമ്മ പരിപാടികൾ അത് ഏത് വർഷമാണ്? 1975. പിന്നെ മുദ്രാവാക്യം, ഏത് മുദ്രാവാക്യം? ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതി. മിനിമം നീഡ്സ് പ്രോഗ്രാം. എന്താണ് മിനിമം നീഡ്സ് പ്രോഗ്രാം? 5ാം പഞ്ചവത്സര പദ്ധതി. ജോലിക്ക് കൂലി ഭക്ഷണം 5ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതിയും ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട 5ാം പഞ്ചവത്സര പദ്ധതി. ആര്യഭട്ട ഏത് വർഷമാണ്? 75 ഏപ്രിൽ 19. ഓക്കെ. അതുപോലെ വൈദ്യുത വിതരണ നിയമം എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തതും ഏതിലാണ് പിള്ളേരെ? 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. പിന്നെ ICDS അല്ലേ, സംയോജിത ശിശു വികസന സേവന പരിപാടി ICDS 1975 ഒക്ടോബർ 2 ആരംഭിച്ചു. പിന്നെ ഇന്ത്യയിൽ ആദ്യത്തെ ഏത് ബാങ്ക്? ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രാമീൺ ബാങ്ക് നിലവിൽ വന്ന സമയത്തും ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ നാഷണൽ ഹൈവേ സംവിധാനം നിലവിൽ വന്നതും 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമായി. ഓക്കെ. ക്ലിയർ ആണല്ലോ? അടുത്ത് നമുക്ക് റോളിംഗ് പ്ലാനൂടെ പഠിച്ചിട്ട് നമുക്ക് ഈ സെഷൻ എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. റോളിംഗ് പ്ലാനൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് നമ്മൾ 77 ആര് വരെയാണ്? മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്. ഓക്കെ. ഈ 77 വന്ന ഗവൺമെന്റ് 78 ഈ 5ാം പഞ്ചവത്സര പദ്ധതി സ്റ്റോപ്പ് ചെയ്തിട്ട് 78 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. എന്താണ് റോളിംഗ് പ്ലാൻ?
സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ട് വളർച്ച, സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ട് വളർച്ച എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തിയാണെന്നറിയാമോ? ഗുണ്ണാർ മിർഡാലാണ്. ആരാണ്? ഗുണ്ണാർ മിർഡാലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. അപ്പൊ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യം അവതരിപ്പിച്ച ആരാണ്? ഗുണ്ണാർ മിർഡാൽ. ആരാണ്? ഗുണ്ണാർ മിർഡാലാണ്. റോളിംഗ് പ്ലാനിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥം എഴുതിയതും ആരാണ്? ഗുണ്ണാർ മിർഡാലാണ്. ഓക്കെ, അപ്പൊ 77 മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വരുന്നു. 78 പഞ്ചവത്സര പദ്ധതിയായ 5ാം പഞ്ചവത്സര പദ്ധതി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? റോളിംഗ് പ്ലാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. റോളിംഗ് പ്ലാന്റെ കാലഘട്ടം 78-80 സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്ന് മാറ്റി സാമൂഹ്യ നീതിക്ക് വേണ്ടി വളർച്ച എന്നാക്കിയത് ഏതിലാണ്? ഈ പറയുന്ന റോളിംഗ് പ്ലാനിലാണ്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഡാലാണ്. ഓക്കെ, റോളിംഗ് പ്ലാനിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏഷ്യൻ ഡ്രാമ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഗുണ്ണാർ മിർഡാൽ. ഓക്കെ, ഗുണ്ണാർ മിർഡാലാണ്. ഓക്കെ, ശരി. അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു. പിന്നെ അടുത്തൊരു ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന സംഭവം ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ചോദിക്കും 50 മുതൽ 80 വരെ. ഇപ്പൊ നമ്മൾ പഠിച്ച ഏതൊരു എത്തി? നമുക്ക് 80 പറഞ്ഞു നോക്കിയല്ലോ. 51, 56, ഒന്നാം പഞ്ചവത്സര പദ്ധതി. അതിനുശേഷം 2ാം പഞ്ചവത്സര പദ്ധതി 56, 61, 3 60, 66. അതിനുശേഷം 3 വർഷം 66, 69 പ്ലാൻ ഹോളിഡേ. 66, 69 പ്ലാൻ ഹോളിഡേ ഇന്ദിരാഗാന്ധി. ഓക്കെ, അടുത്ത് 69, 74, 4, 74, 78 വരെ 5, 74 മുതൽ 78 വരെ 5. പക്ഷെ അതിന്റെ ആ ഒരു കാലാവധി ചോദിക്കുകയാണെങ്കിൽ 74, 79 വരെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് കാലാവധി പൂർത്തിയാക്കിയില്ല. അടുത്ത 78, 80 റോളിംഗ് പ്ലാൻ. അത്ര നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ 50 മുതൽ 80 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5%. ശരാശരി വളർച്ചാ നിരക്ക് 3.5%. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 50 മുതൽ 80 കാലഘട്ടം നോക്കുകയാണെങ്കിൽ ശരാശരി വളർച്ചാ നിരക്ക് എത്രയാണ്? 3.5 ഇതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, ഈ വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാ നിരക്ക്. എന്താണ്? ഹിന്ദു വളർച്ചാ നിരക്ക്. അപ്പൊ ഹിന്ദു വളർച്ചാ നിരക്ക് എത്രയാണെന്ന് വെച്ചാൽ 3.5. അത് 50 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായ വളർച്ചാ നിരക്കാണ് ഈ ഹിന്ദു വളർച്ചാ നിരക്ക്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് രാജകൃഷ്ണ. ആരാണ്? രാജകൃഷ്ണയാണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പോൾ നമുക്കിനി ഇതിൽ 6ാം പഞ്ചവത്സര പദ്ധതി, 7ാം പഞ്ചവത്സര പദ്ധതി, 8, 9, 10, 11, 12. ഓക്കെ, അപ്പോൾ നമ്മുടെ വരും ക്ലാസ്സുകളിൽ ഇതൊക്കെ എന്ത് ചെയ്യും നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ 5ന്റെ വളർച്ച ഓർമ്മയുണ്ടല്ലോ. 4.4 പ്രതീക്ഷിച്ചു, 4.8 കിട്ടി. ഓക്കെ, ശരി. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. ടാറ്റ.